കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു 3 പേരെ അക്യൂസ് ആക്കിക്കൊണ്ട് ഒരു കേസ് നടന്നത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നും ആത്മഹത്യക്ക് മുമ്പ് അവരുടെ പേരെഴുതി വെച്ചിട്ട് മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയ വിവരം ഞാനൊന്ന് പാസ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റി അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ എൻ്റെ ഇൻഫർമേഷൻ പറയാം. വാർത്തകളിലേക്ക്. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസം നേരിട്ട യുവതി ജീവനൊടുക്കിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 21-കാരനുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തി അപമാനിച്ചതിന്റെ മനോവിഷമത്തിലാണ് റസീന എന്ന യുവതി ജീവനൊടുക്കിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അപ്പം ഇതായിരുന്നു വാർത്ത. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് വന്ന ഒരു പാളീച്ച അത് ഞാനിവിടെ തിരുത്തുകയാണ്. ഭർത്താവ് ഗൾഫിലുള്ള ഒരു സ്ത്രീയെ അനവധി മുസ്ലിം സ്ത്രീകളെ വഴിയാധാരമാക്കിയ ഒരു മുസ്ലിം ലീഗുകാരൻ അവളുടെ സ്വർണവും മാനവും കവർന്നെടുത്ത് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അവളുടെ സ്വർണവും നിന്റെ ഫോണിലെ ലാപ്ടോപ്പിലും ഉള്ള നഗ്നചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവനെ വിളിക്കുകയും ആ കുടുംബാംഗങ്ങളെ മുസ്ലിം ലീഗുകാരനായ ആ ക്രിമിനൽ ഭീഷണിപ്പെടുത്തുന്നു. അതായത് ഈ പറയുന്ന പെൺകുട്ടിക്ക് 21 വയസ്സുകാരനുമായിട്ട് ചെറിയ ഒരു ഇംഗിതം തോന്നിയിട്ടുണ്ട്. ഈ പെൺകുട്ടി മരണപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പത്രക്കട്ടിങ്ങാണ് ഞാനിവിടെ വയ്ക്കുന്നത്. പറമ്പായി പള്ളിക്ക് സമീപം റസീന മൻസിലിൽ 40 വയസ്സുള്ള റസീന അന്തരിച്ചു. ഭർത്താവ് MK റഫീഖ്, ധർമ്മടം ഓഴയിൽ ഭാഗം, ഗൾഫിലാണ് ആള്. മക്കൾ മുഹമ്മദ് റാഫി, വിദ്യാർത്ഥി, മാമ്പറം HS, റസാന, മാമ്പറം HS, നൂറ മെഹർ. 3 കുട്ടികളുണ്ട്. ഓർത്ത് നോക്കണം. ഉമ്മയുടെ പേര്, ഉച്ചപ്പാടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീ വഴിവിട്ട ഒരു റിലേഷൻഷിപ്പ് അയാളുമായിട്ട് ലീഡ് ചെയ്യാൻ പോയിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവരെത്തിയത്. ആ ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി അവരെ തെറ്റ് പറഞ്ഞിട്ട് മരിച്ചു പോയ പെണ്ണിനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരോ പറഞ്ഞപ്പോൾ കേസിനെ വഴിതിരിച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിദേശത്ത് ഒരാൾ പോയാൽ അയാൾ പോയിരിക്കുന്നത് എന്തിനാണെന്നുള്ള ബോധം നാട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണം. 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് പാടെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വേണ്ടിയിട്ടും നമ്മളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടിയിട്ടാണ് ആ വ്യക്തി നമുക്ക് വേണ്ടി പുറത്തേക്ക് വരും. ഇന്ന് കാലഘട്ടം മാറി ഒരുപാട് രീതിയിലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സെക്ഷൽ നീഡ് ഒഴിച്ച് ബാക്കിയെല്ലാം സക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് മറ്റൊരു പാർട്ട്ണർ തേടേണ്ടി വരിക? അയാൾ അതുപോലെ അവിടെ ചെയ്താലോ? 3 കുഞ്ഞുങ്ങളുടെ ഉമ്മാണ്. ഉത്തരവാദിത്തപരമായി ഇടപഴകേണ്ട രീതിയിൽ ഇടപഴകാതെ അയാൾക്കൊപ്പം വൃത്തികെട്ട രീതിയിൽ നടന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് അവരനുഭവിക്കുന്നതെന്ന, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോകാനുള്ള കാരണം തന്നെ അത് തന്നെയാണെന്നാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഷയം വായിക്കാം. ഈ ലീഗുകാരനായ ആ ക്രിമിനൽ ഇവരെ ഭയപ്പെടുത്തുമ്പോൾ വിഷമത്തിലായ കുടുംബമാണ് ഇവരെ ഏർപ്പാട് ചെയ്തത്. അത് എൻ്റെ സംശയമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഏർപ്പാട് ചെയ്യാതെ ഇവരത് ചെയ്യത്തില്ല. വിഷമത്തിലായ കുടുംബാംഗങ്ങൾ നാട്ടിലെ SDPI പ്രവർത്തകരെ ബന്ധപ്പെടുന്നു. SDPI പ്രവർത്തകർ ആ സ്ത്രീയെ കൊണ്ട് തന്നെ അവനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഒരു ബലപ്രയോഗമില്ല. അതാണ്, തല്ല് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അവനോട് അവളോട് വാങ്ങിച്ച സ്വർണവും മാത്രമല്ല ആ സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ അതെങ്ങനെ അവൻ്റെ കിട്ടി? ഈ പെണ്ണുമ്പോൾ അയച്ചു കൊടുക്കാതെ ഒന്നും അല്ലല്ലോ. നഗ്നചിത്രങ്ങളും ഫോട്ടോകളും ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും നീക്കം ചെയ്യാൻ മുസ്ലിം ലീഗുകാരനായ ക്രിമിനലിനോട് ആവശ്യപ്പെടുന്നു. ഓൺലൈൻ ത്രൂ നടന്ന ഒരു കാര്യമാണ്. അതിൽ അവർ സത്യത്തിൽ ആത്മഹത്യ ചെയ്യുകയല്ല, വേറെ വഴി ഉണ്ടാവത്തില്ല. ഇനി കുട്ടികളുടെ മുഖത്ത് നോക്കണ്ടേ? കുടുംബക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? എല്ലാവരും അറിഞ്ഞില്ലേ? നാണം കെട്ടില്ലേ? ഇതിനൊന്നും തയ്യാറാകാത്ത മുസ്ലിം ലീഗുകാരനെ അവളുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് അവൻ്റെ ഫോണും ലാപ്ടോപ്പും ബലമായി കൈക്കലാക്കുന്നു. കൊടുത്ത പണവും ഒരിക്കലും തിരിച്ചു കിട്ടില്ല സ്വർണവും ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ വിഷമത്തിലാവുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ വിഷയം മുസ്ലിം ലീഗുകാരനായ ആ ക്രിമിനൽ നാട്ടിലെ ലീഗുകാരോട് പറയുന്നു. ചില ലീഗുകാർ അതിൽ ഇടപെടാതിരിക്കുകയും ചില ക്രിമിനൽ മുസ്ലിം ലീഗുകാർ നാട്ടിലുള്ള CPIM ഈ വിഷയത്തിനെ എടുത്തു വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന CPM നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിനെ സ്വാധീനിക്കുകയും മുസ്ലിം ലീഗ് പ്രവർത്തകനായ പ്രതിക്ക് വേണ്ടി പോലീസിൽ സമ്മർദ്ദം ചെലുത്തി പോലീസിനെ കൊണ്ട് സദാചാര വിരുദ്ധ കേസെടുപ്പിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു നടന്നതെന്നാണ് പറയുന്നത്. റീസെൻ്റ്ലി ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൂജാരിയുടെ ഭാര്യ. വീട്ടിലേക്ക് പൂജയ്ക്ക് പോകുന്ന സമയത്ത് അവനെ വിളിച്ച് പൂജ നടത്തിയതിൻ്റെ ഫലമായി പൂജയ്ക്ക് ശേഷം കഴുത്തറുത്ത് കൊന്ന ഒരു കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്.
ഭർത്താവ് കൂടെ ഉള്ളപ്പം ആ ഹറാം പറപ്പ് കാണിച്ച കഥയുണ്ട്. പക്ഷെ അതിൻ്റെ താഴെയൊന്നും ഇങ്ങനത്തെ മോശം കമൻറ്റുകൾ. ഇതൊരു ഇസ്ലാം പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം അവഹേളനം ഈ പെണ്ണിന് നേരിടേണ്ടി വന്നത്. ഗ്രാജുവലി ഇനിയും കൂടുതൽ അവഹേളനം കേൾക്കേണ്ടി വരുമെന്നുള്ള ഭയത്താലായിരിക്കാം അവൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പറയാം, 3 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ത്രീ, അത് ഞാൻ എടുത്തു പറയും. അച്ഛനേക്കാൾ അമ്മമാർ ചില വിഷയങ്ങളിൽ നമ്മൾ കുറച്ച് കൺട്രോൾ കാണിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന മോശപ്രവൃത്തി, അച്ഛൻ്റെ മോശപ്രവൃത്തിയേക്കാൾ കൂടുതൽ അമ്മയുടെ മോശപ്രവൃത്തിക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അമ്മമാർ കുറച്ച് കൺട്രോൾ ചെയ്തേ മതിയോ. പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാർ, അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് സത്യമാണ്. ചെറിയ പയ്യനല്ലേ എന്ന് കരുതി കൂടുതൽ ഇടപഴകിയിട്ടുണ്ടാവും, മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വല്ലതുമൊക്കെ വിളമ്പി കൊടുത്തിട്ടുമുണ്ടാകും. അതിൻ്റെ കൂടുതലായിട്ട് അവൻ ചിലപ്പോൾ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ അവൻ മോർഫ് ചെയ്തതാകാം, ഇനിയല്ല അവൾ അയച്ചു കൊടുത്തതുമാകാം. അതൊക്കെ നമ്മൾ ചില ഒരു അവസരങ്ങളിൽ നമ്മുടെ കൺട്രോൾ വിട്ട് തെറ്റിപ്പോയി അങ്ങനെ പലതും ചെയ്യുന്നതാണ്. അതൊന്നും കുറ്റമാണെന്നല്ല പറയുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ വിജിലൻ്റായി ചെയ്യുക. കാരണം ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ അത് കൃത്യമായി ഹസ്ബൻഡിനോട് തുറന്ന് തന്നെ പറയുക. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് നീഡുകളുണ്ട്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ നാട്ടിലേക്ക് വരൂ. സാമ്പത്തിക ഭദ്രതയേക്കാൾ കൂടുതൽ ദാമ്പത്യ ഭദ്രതയാണ് വേണ്ടതെന്ന് അയാളോട് തുറന്നു പറഞ്ഞാൽ അയാൾ സൊല്യൂഷൻ കണ്ടെത്തത്തില്ലേ? അതിന് പകരം അയാളെ ചതിച്ചുകൊണ്ട് ഈ ചെയ്ത ചെയ്ത്തിന് ഇപ്പോൾ കിട്ടിയതാണ് ശരിക്കുള്ള മറുപടി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ മരിച്ചങ്ങ് പോയി രക്ഷപ്പെട്ടു. ആ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ഭർത്താവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പൊതുസമൂഹത്തിൽ തലപൊക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോ? ആകെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ട് ചെയ്ത ഒരു ചെയ്ത്. അപ്പോൾ ഞാൻ കണ്ട വാർത്തയല്ല യഥാർത്ഥത്തിൽ നടന്നെന്ന്. റസീന പ്രശ്നക്കാരിയാണ് എന്നുള്ളത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് പിന്നെ ഈ സ്ത്രീയെ ഈ രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് അവരുടെ പേരുകൾ എഴുതി വെച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. അതങ്ങനെയല്ല, ഇതൊരു കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റിലീസാവും. അല്ലാത്ത പക്ഷം ഈ 3 പയ്യന്മാർക്ക് കിട്ടിയ നാണക്കേടൊന്ന് ഓർത്ത് നോക്കൂ. സദാചാര പോലീസിംഗ് ആണ് എന്ന രീതിയിൽ അവർക്ക് കിട്ടിയൊരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ. ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റാണ്. അപ്പോൾ ഇത്രയും ദിവസം അവർ ജയിലിൽ കിടക്കണം. ഒരു വീട്ടിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടു എന്ന കുറ്റമല്ലേ ഈ 3 പേര് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഞാൻ ലീഗാണെന്നോ SDPI ആണെന്നോ ഒന്നും പറയുന്നില്ല. വ്യക്തിഗതമായ പരാമർശങ്ങളാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പാർട്ടി ഇടപെടുമ്പോൾ പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ ഈ 3 പിള്ളേരെ കൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സേവ് ചെയ്ത ആ 21 വയസ്സുകാരനുണ്ടല്ലോ, അവൻ ലോക ദുരന്തമാണ്. ഇന്ന് റസീനയ്ക്കാണിത് സംഭവിച്ചതെങ്കിൽ നാളെ ഇതുപോലെ ഒരുപാട് റസീനമാർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം ചെറുക്കന് ചില്ലറ നരമ്പ് രോഗമൊന്നുമല്ല. അവൻ ഈസി ആയിട്ട് പണമുണ്ടാക്കാൻ കണ്ടെത്തിയ വഴി തന്നെയാണ് ഈ സ്വർണം അടിച്ചു മാറ്റലും പണം അടിച്ചു മാറ്റലും കൂടെ ഈ നഗ്നചിത്രം കൊണ്ടുള്ള കളികളും. ഇന്നത്തെ കാലഘട്ടത്തിൽ AI ഒക്കെ ഒരുപാട് സാധ്യതകൾ കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വൾഗാരിറ്റി നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അവർക്ക് സാധിക്കും. നമ്മളായി ഒരു ചെറിയ ഇതുപോലും ഇട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെടുത്തത് ഷെയർ ചെയ്യുക തന്നെയാണ് വേണ്ടത്. അതിന് സൂയിസൈഡല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നും ഇനി ഇതിനകത്തു നിന്നൊരു മുക്തി ഉണ്ടാവില്ല എന്നും പകച്ച് പണ്ടാരം അടങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ പറ്റാതെ പോയൊരു കഥയുണ്ട്. മുൻപൊരിക്കൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ലേഡിയും ഇതേ ഒരു അവസ്ഥയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനേക്കാൾ ഉപരി മറ്റൊരാളെ വിശ്വസിക്കുകയും, ഭർത്താവ് ഗൾഫിലായിരുന്നപ്പോൾ സ്വർണവും പണവും ഒക്കെ അവന് കൊടുത്ത് അവൻ്റെ കൂടെ ഭയങ്കര സ്നേഹം കാണിക്കുകയും, ഭർത്താവ് ഇതറിഞ്ഞ സമയത്ത് പുള്ളിക്കാരത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും, കുട്ടികളിൽ ഒരു കുട്ടി അയാളുടെ അടുത്ത് ഒരു കുട്ടി അവൾക്കും കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവൾ നേരിടേണ്ടി വന്നത് ഭയങ്കര പീഡനങ്ങളായിരുന്നു. ഇവളുടെ വീട്ടിൽ നിന്ന് അവരെ കയറ്റത്തില്ല. കയറ്റേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അവിടെയുള്ള കുത്തുവാക്കുകൾ ഭയാനകം. അതും പോരാതെ രണ്ടാമത് ഇവൾ വിശ്വസിച്ച് പൈസ കൊടുത്ത ആൾ നിസ്സാരമായിട്ട് നോയും പറഞ്ഞു. അവനും അതൊരു അവസരത്തിനൊത്ത കളിയായിരുന്നു എന്നതിനപ്പുറം അവനൊരു വലിയൊരു സീരിയസ് കളിയല്ലായിരുന്നു എന്നുള്ളത് അവൻ തുറന്ന് തന്നെ പറയുകയാണ്. പറ്റിയ ചതിയുടെ ഒരു വ്യാപ്തി ആലോചിച്ച് നോക്ക്. എന്നോട് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, മാപ്പ് പറഞ്ഞ് ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു പോകാനുള്ള വഴി ആലോചിക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരുപാട് വൈകിപ്പോയി. അയാൾക്ക് തീർത്തും താല്പര്യമില്ല. അയാളുടെ ഭാഗം ന്യായമാണ്. കാരണം നമ്മൾ വിശ്വസിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുമെന്ന് നമുക്ക് വേണ്ടി കരുതലിനായി പോയിരിക്കുന്ന ഒരു വ്യക്തിയെ ആ രീതി ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്ഷമിച്ചു കൊടുക്കാനൊക്കത്തില്ല. തിരിച്ചാണുങ്ങൾ ചെയ്താലും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ സ്പേസിലേക്ക് മറ്റൊരാളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നത് തെറ്റാണ്. അതിൽ പരം മോശപ്പെട്ടൊരു പരിപാടി വേറെയില്ല.
ഭാര്യയോളം മറ്റൊരു പെണ്ണിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ ഭാര്യയ്ക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല നമ്മുടെ മനസ്സിലെങ്കിലും എന്നുള്ളതാണ് വ്യക്തം. അത്തരക്കാർ ഒരു കാരണവശാലും ഭാര്യയുമായി പിന്നെ ബന്ധം പുലർത്താൻ പോകരുത്. കാരണം അത് അവളോട് മാത്രമല്ല നിങ്ങളോടും കൂടി നിങ്ങൾ ചെയ്യുന്ന ചതിയാണ്. ഭാര്യയുള്ള ഒരുത്തനെ നോക്കിയിട്ട് കണ്ണടയ്ക്കാനും മറ്റതിനും മറിച്ചതിനും പെണ്ണുങ്ങളും പോകാതിരിക്കുക എന്നുള്ളതാണ്. അതും ഒരു സാമാന്യ മര്യാദയാണ്. ഇതിനകത്ത് 21 വയസ്സുകാരന് ഭാര്യ ഇല്ലല്ലോ എന്നല്ല, ആ കുട്ടിയുടെ വയസ്സാലോചിച്ച് നോക്കും. അവൻ ഈ വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി പോലും നാണക്കേട് വന്നാലും പൊതുസമൂഹത്തിൽ അവനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ സ്ത്രീ ചെയ്യേണ്ടത്. എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ഭർത്താവിനോട് തുറന്നു പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ അവിടുന്ന് സപ്പോർട്ടും ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വൈകിപ്പോയി. 2 വിഭാഗത്തിനും നഷ്ടം തന്നെയാണ്. അവൻ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് ഇത് കള്ളക്കേസാണെന്ന് അവരെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചാൽ ആ പയ്യനെ പിന്നെ തിരിച്ച് വീണ്ടും വിടും. ഏതായാലും ആ പെൺകുട്ടിക്കും കുടുംബത്തിനും ഏർപ്പെടുന്ന നാണക്കേടിന് ആർക്കും ഒന്നും പകരം വയ്ക്കാൻ പറ്റത്തില്ല. അമ്മാതിരി നാണക്കേട് അതിനനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് ഈ വാർത്തയിൽ വന്ന തിരുത്താണ് ഞാനിവിടെ വന്ന് പറയണത്. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഞാനിവിടെ ചേർത്ത് വയ്ക്കുന്നു. നാണക്കേടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നാണക്കേടുകൾ അനിവാര്യമാണ്. ഓരോ പെൺകുട്ടികൾക്കും മനസ്സിലാകാൻ വേണ്ടി പറയണം. ആരെങ്കിലും ഇത്തരം തെറ്റുകളിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ്, ആരെങ്കിലും നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇൻറ്റിമേറ്റായി തോന്നുന്ന ആരാണോ അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക, സ്കിപ്പ് ചെയ്യുക. 1 തെറ്റോ 2 തെറ്റോ ഒക്കെ ആളുകൾ പുറത്തു തരും. പ്രത്യേകിച്ച് ദൂരെ നിൽക്കുന്ന ഭർത്താവിനോട് കാര്യം അവതരിപ്പിക്കാൻ ഒരു 3rd പേഴ്സൺ ഏർപ്പാട് ചെയ്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടുത്തെ കമൻറ്റോളി കൂട്ടം, ഒന്നും പറയാനില്ല, നിങ്ങളത് തന്നെ പറഞ്ഞോളൂ, മേത്തന്മാരങ്ങനെയാണ്, മേത്തച്ചികൾ അങ്ങനെയാണ്, ഇതെന്ന്. എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഇത്, എല്ലായിടത്തും ഉണ്ട് ഇത്. പക്ഷേ ഇസ്ലാമിയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കുത്തിക്കഴപ്പും അവർക്കിട്ട് താങ്ങാനുള്ളൊരു സന്തോഷവും. ബാധിക്കപ്പെട്ടതും മുസ്ലിം, ബാധിച്ചതും മുസ്ലിം, പിടിക്കപ്പെട്ടതും മുസ്ലിം, മരിച്ചതും മുസ്ലിം, മൊത്തം അവർ തന്നെയാണ്. അതിനകത്ത് അവർ തീർത്തോളും എന്നാണ് എനിക്ക് കമൻറ്റോളികളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.